ഹലോ ഹായ് നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ചക്ക ബോളിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ബോളിയാണിത്. ഇത് നമുക്ക് മൈദ മാവ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗോതമ്പ് മാവിലും ഉണ്ടാക്കാം. എനിക്ക് അപ്പോഴും മൈദ മാവ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനതിൽ ഉണ്ടാക്കുന്നത്. നമുക്ക് എത്ര ബോളി വേണം എന്നുള്ളൊരു ആവശ്യത്തിനുള്ള കണക്കിനാണ് നമ്മൾ മാവ് എടുക്കാനുള്ളത്. ആ മാവിലോട്ട് ഒരു നുള്ള് ഉപ്പ്, ഒരല്പം ഉപ്പ്, പിന്നെ ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ്. വേറെ അല്ലാത്ത കളറൊന്നും ചേർക്കുന്നില്ല. അങ്ങനത്തെ കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് കേടാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയാകുമ്പം വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തത്. അത് കളറിന് വേണ്ടി മാത്രമാണ് അത് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരു സ്പൂണ് നെയ്യാണ്. നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ല ചപ്പാത്തിയുടെ പരുവത്തിന് നമ്മൾ നന്നായിട്ട് കുഴച്ച് എടുക്കുക. നല്ല പരുവത്തിന് കുഴച്ചെടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോഴേക്കും മാവ് നല്ല സ്മൂത്തായിട്ട് വരും. നല്ല മയപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ തിരികെ മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇപ്പം അതിൽ മെയിനായിട്ട് ചേർക്കുന്നത് നമ്മുടെ ചക്കയാണത്. ചക്ക അരച്ചെടുക്കണം. ആ ചക്ക അരയ്ക്കുന്നതിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ ഏലക്ക പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2 ഏലക്ക ഈ ചക്കയുടെ കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മധുരമുള്ള ചക്കയാണിത്. ഓൾ സീസൺ പ്ലാവിലുള്ള ചക്കയാണ്. പ്ലാവ് എല്ലാവരും സ്ഥലമുള്ളവരൊക്കെ ഒരു പ്ലാവ് വാങ്ങി വെച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് ചക്ക ഉണ്ടാവും. അതിനകത്ത് നല്ല ടേസ്റ്റുള്ള ചക്കയുമാണ്. നല്ല കളറുമാണ്, നല്ല മണവുമാണ്, നല്ല ടേസ്റ്റുമാണ്. അധികം എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അധികം മധുരം ചേർക്കേണ്ടാത്ത ചക്കയാണിത്. ഇതിപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ചക്ക എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള ചക്കയാണ്. അത് നന്നായിട്ട് ചക്കയും ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനകത്ത് തരിയൊന്നും ഉണ്ടാവാതെ നല്ല ഭംഗിയായിട്ട് തന്നെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് ഒരു സ്പൂൺ നെയ്യ്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അരമുറി തേങ്ങ തിരികെ വയ്ക്കണമെന്ന്. അതിൽ കുറച്ച് തേങ്ങ, ഈ നെയ്യൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് കുറച്ച് തേങ്ങ, അരമുറി തേങ്ങയുടെ പകുതിയോളം ഞാൻ ചേർക്കുന്നുണ്ട്. ആ തേങ്ങയും കൂടെ ചേർത്ത് നല്ല ഡ്രൈ ആക്കണം. തേങ്ങ നല്ല ഡ്രൈ ആയി വരുന്നത് വരെ, എന്ന് വെച്ചാൽ ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിൻ്റെ വെള്ളമയമൊക്കെ മാറി വരുന്ന ആ ഒരു സമയം വരയ്ക്കും ഈ തേങ്ങയും നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ഇതായിട്ട് വലിയ ഒരുപാട് തീയിൽ വെക്കരുത്. അതുകൊണ്ട് ചെറിയ തീയിൽ വെക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞൊന്നും പോവാതെ നല്ല സ്മൂത്തായിട്ട് വറുത്തെടുക്കണം. അത് നെയ്യും തേങ്ങയും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്ത് നല്ല പാകത്തിനായി വരുമ്പോഴേക്കും ഞാൻ ശർക്കര പൊടിയാണ് പിന്നെ ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ടും ഇത് നമുക്ക് അരിയിച്ച് എടുക്കാൻ പറ്റില്ല. ശർക്കര അരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ഫോമിലായി പോവും. ഇത് നമ്മുടെ ഇന്നറിൽ വെക്കാനുള്ള സാധനമായതുകൊണ്ട് അത് നമുക്ക് ലിക്വിഡ് ഫോമിലായി പോവും. അതുകൊണ്ട് ശർക്കര ഉരുക്കി ചേർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തേക്കണത്. ശർക്കര എടുത്ത് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് ഒരു 3 ടേബിൾ സ്പൂണോളം ശർക്കര ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് ശർക്കരയും കൂടെ ചേർത്ത് നല്ലോണം ഇനി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഈ കൂട്ട് നല്ല ഡ്രൈ ആയി വരണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കര നല്ല ഉരുകി അലിഞ്ഞ് ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു പരുവത്തിന് നല്ലൊരു മണമായിട്ട് വരും. അപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചേക്കണ നമ്മുടെ ചക്കയും കൂടെ ചേർക്കുക. ചക്കയും തേങ്ങയും 2 ഏലക്ക ചേർത്തിട്ടുണ്ട്. പിന്നെ ശർക്കര, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല അലിച്ച് ശർക്കരയൊക്കെ നല്ല അലിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും. നല്ല ഡ്രൈ ആയി വരുമ്പോഴേക്കും ഇനിയാണ് ഇതിനകത്ത് തേങ്ങ കുറച്ചുകൂടി വേണമെന്ന് തോന്നിയാൽ തേങ്ങ ഫില്ലിങ്ങിന്
നമുക്ക് ഫില്ലിങ്ങും കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തേങ്ങ ചേർക്കാം. ഞാൻ ആദ്യം അരമുറി തേങ്ങ ചിരി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പകുതിയാണ് ചേർത്തത്. പിന്നെ ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തു തേങ്ങ. നമുക്ക് ഈ ഫില്ലിങ് വെച്ച് ചക്കയട വേണമെങ്കിലും ഉണ്ടാക്കാം, ഇലയട ഉണ്ടാക്കുന്നില്ല അതുപോലെ ഈ ഫില്ലിങ് വെച്ച് ഉണ്ടാക്കാം. നല്ല ഡ്രൈ ആയി ശർക്കര എല്ലാം നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിനി ചക്ക ചേർത്ത് കൊടുക്കണം. ചക്ക കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കൊതിയാവും, അത്ര നല്ല കളറും നല്ല മണവും നല്ല ടേസ്റ്റുമുള്ള ചക്കയാണ് അത്. ചക്കയും കൂടെ ചേർത്ത് ഇനി ഈ ഫില്ലിങ് നല്ല ഡ്രൈ ആവണം. മൊത്തം ചക്കയുടെ വെള്ളമയൊക്കെ മാറി നല്ല ഡ്രൈ ആയി വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. സ്പീഡ് കൂട്ടി വെച്ചിട്ട് ഇത് ചെയ്യരുത്, അപ്പോഴേക്കും ഇത് കരിഞ്ഞു പോകും, ശർക്കര കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു സ്മെല്ല് വ്യത്യാസം വരും ശർക്കര കരിഞ്ഞു പോയി കഴിഞ്ഞാൽ. അപ്പം ശർക്കര കരിഞ്ഞു പോകാതെ നല്ല ഇതായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അതുവരേക്കും നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് സമയം എടുക്കും നമുക്കിത് ചെയ്തെടുക്കാൻ, എന്നാലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ്. നല്ല ടേസ്റ്റാണിത്, പറയാതിരിക്കാൻ ഒരു മാർഗ്ഗമില്ല. എല്ലാവരും ചക്കയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കാനില്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും നല്ലൊരു വിഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഏകദേശം ഇതായി വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഇതാവണം, കുറച്ചുകൂടി ഡ്രൈ ആവണം. ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കിന്ന് വേറൊരു പാനിലോട്ട് മാറ്റി വെച്ചിട്ട്, ഈ പാനിൽ തന്നെയാണ് ഞാൻ ബോളി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ ഡ്രൈ ആകുമ്പം മാറ്റി വെക്കണം. ഈ സമയത്ത് നമ്മൾ ഒരു വാഴയിലയിൽ നെയ്യ് നല്ല കഴുകി വൃത്തിയാക്കി ഒരു വാഴയിലയിൽ വെള്ളമൊക്കെ മാറ്റിയിട്ട് നെയ്യ് തേച്ച് വെക്കണം. കുറച്ച് നെയ്യ് എടുത്ത് ഇലയിലെന്ന് വെച്ചാൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് എടുത്ത് തേച്ച് റെഡിയാക്കി വെക്കാം. ഈ സമയത്ത് അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, ബോളി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എന്താ നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട്. അല്പം കൂടി ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ഫില്ലിങ് ഡ്രൈ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പൊട്ടിപ്പോകാനും ഇതിന് ലിക്വിഡായിട്ട് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നല്ല ഡ്രൈ ആക്കുന്നത്. നമുക്ക് പാകത്തിന് ആയി വന്നിട്ടുണ്ട്. അതിന് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റണം. പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് ബോളി ഉണ്ടാക്കുന്നത്. ഈ എടുക്കാതെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ അറ്റത്തിലൊക്കെ കരിഞ്ഞ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പാനിൽ ശർക്കരയുടെ ചൂടും എല്ലാം കൊണ്ട് നല്ലപോലെ കരിഞ്ഞ് പിടിക്കും. അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കിയിട്ട് കാണുന്ന ഈ ഒരു പരുവത്തിൽ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നെയ്യ് ഇലയിൽ കഴുകി വൃത്തിയാക്കി വെച്ച ഇലയിൽ നെയ്യ് തേച്ച് വെച്ചൊക്കെയാണ്. എന്നാലും കുറച്ചുകൂടി നെയ്യ് സൈഡിലൊക്കെ വേണമെന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഒരു ബോളിയുടെ വലിപ്പത്തിനുള്ള മാവ് നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ നെയ്യ് എല്ലാം ചേർത്ത് വെള്ളമൊഴിച്ച് കുഴച്ച് വെച്ച മൈദാമാവ് അത് ഒരു ഉരുളയ്ക്ക് എടുക്കുക. അതൊരു ബോളിയുടെ വലിപ്പത്തിന് നമുക്ക് എത്ര വേണം അതിനനുസരിച്ചുള്ളത് എടുക്കുക. എടുത്തതിന് ശേഷം ഇലയിൽ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയിട്ട് അതിനകത്ത് ഈ ഫില്ലിങ് നമ്മൾ ശർക്കരയും തേങ്ങയും ചക്ക, ഏലക്ക ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ഫില്ലിങ് ഇതിനകത്ത് വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ മടക്കി ഉരുട്ടിയെടുക്കുക. നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് ആ ഫില്ലിങ് പൊട്ടിപ്പോവാത്ത രീതിയിൽ പരത്തിയെടുക്കണം. ഞാൻ ചെയ്തപ്പോൾ ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, എന്നാലും നമുക്ക് പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും ഇത് നമ്മൾ ഒരു ബോളിയുടെ വലുപ്പത്തിന് അത് കട്ടി കുറച്ച് പരത്തിയെടുക്കണം. വളരെയധികം കട്ടി കുറച്ച് വേണം പരത്തിയെടുക്കാൻ. എന്നാൽ ഇപ്പോൾ ഫില്ലിങ് വെളിയിൽ വരാതെ നോക്കുകയും കൂടെ വേണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും കഴിച്ച് തീർത്തു. അത്ര നല്ല ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. നല്ലതായിട്ട് പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ട് നല്ല കട്ടി വരാതെ പരത്തിയെടുക്കണം. കട്ടി വരാതെ പരത്തിയെടുത്തിട്ട് അതങ്ങനെ ആ ഇലയോടുകൂടി എടുത്ത് നമ്മൾ ചൂടായ പാനിലോട്ട് കമഴ്ത്തി ഇട്ട് കൊടുക്കുക. ഇല മേലെ വരത്തക്ക രീതിയിൽ കമഴ്ത്തി ഇട്ട് കൊടുക്കുക. ഇലയോട്ട് എടുത്തിട്ട് പാന് ചൂടായില്ലായിരുന്നു, അതായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. കുറച്ച് കട്ടിയായിട്ട് തോന്നുന്ന ഭാഗമെല്ലാം കുറച്ചുകൂടി നന്നായിട്ട് പരത്തിയിട്ട് പാനിലോട്ട് കമഴ്ത്തി വെക്കുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഇല ഇങ്ങ് വിട്ട് വരും. ഈ ബോളിന് വിട്ട് വരുന്ന പാകത്തിനാകുമ്പോഴത്തേക്കും ഇല പതുക്കെ എടുത്ത് മാറ്റി കൊടുക്കുക. അതിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ കുറച്ച് പൊട്ടലുണ്ടായിട്ടുണ്ട്. ഫില്ലിങ് കുറച്ചൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ സ്പീഡ് കുറച്ച് ഗ്യാസിൻ്റെ സ്പീഡ് വളരെയധികം കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ വരും. ഫില്ലിങ് എല്ലാം നമ്മൾ ഡ്രൈ ആക്കി എടുത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരത്തില്ല. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോളി കിട്ടുന്നതാണ്. ഇത്തരത്തിൽ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരണേ. ഞാനും ട്രൈ ചെയ്ത് നോക്കാം. പുതിയ വിഭവങ്ങൾ എല്ലാവർക്കും താല്പര്യമാണല്ലോ. അപ്പം പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനും ട്രൈ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഞാനിത് കുറച്ചുകൂടെ മാവൊക്കെ വെച്ച് ഫില്ലിങ് പൊട്ടിപ്പോവാത്ത രീതിയിലൊക്കെ ചെയ്ത് നോക്കിയതാണ്. പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഒലിച്ച് പോകുന്നില്ല. നമ്മൾ സ്പീഡ് കുറച്ച് ഇട്ട് പാകപ്പെടുത്തി വേവിച്ചെടുക്കുന്നത് കൊണ്ട് കരിഞ്ഞു പോകത്തൊന്നുമില്ല. ടേസ്റ്റിനും വ്യത്യാസമൊന്നും വരത്തില്ല. അങ്ങനെ ഫില്ലിങ് എല്ലാം നല്ല ഇതായിരുന്നു. നമുക്ക് ഇത്രത്തോളം പരത്തുന്നത് ബോളിക്ക് കട്ടിയധികം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫില്ലിങ് അകത്ത് തന്നെ ഇരുന്ന് അത്രയും നല്ലത്. ഇത് കുറച്ചൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റുമല്ലോ. പിന്നെ ഇതൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കിയൊക്കെ വിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൂടിയാണ്. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ടൊക്കെ നമുക്ക് വിപണി സാധ്യതയുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്യുന്നവർക്ക് അങ്ങനെയും ട്രൈ ചെയ്യാം. ചക്കയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇതിൽ അങ്ങനെയും ഉൾപ്പെടുത്താവുന്നതാണ് ഈ ഒരു ചക്ക ബോളി നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഞാനിതുപോലെ എല്ലാ ഇതും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ചക്ക ബോളി റെഡി ആയിട്ടുണ്ടേ. എല്ലാവരും വയോ ടേസ്റ്റ് ചെയ്യാം. നല്ല